പ്രിയപ്പെട്ടവരെ, ജീവിതമാർഗം മുട്ടിപ്പോയവർ, കമ്പനിയിൽ നിന്ന് ടെർമിനേറ്റ് ആയി പോയവർ, തിരിച്ചു കയറാൻ പറ്റാതിരിക്കുന്നവർ, വിസ ഉണ്ട് പക്ഷെ ജോലിയില്ല, കോൾ ഫോർ ചെയ്യുന്നില്ല, അങ്ങ് ധർമ്മസങ്കടത്തിയിരിക്കുന്നവരുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അകന്ന് ജീവിക്കുന്നവർ, അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ട്. അതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കർത്താവിൻ്റെ നാമത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 16 ദിവസം ഡേറ്റ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഒരുമിച്ച് താമസിക്കാൻ വേണ്ടി. വെള്ളമില്ലാത്തവരെ, ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായ, ഞാൻ കിണർ കുത്തി, എനിക്ക് വെള്ളം കണ്ടില്ല. ഞാൻ കർത്താവിനോട് പറഞ്ഞ്, രണ്ടാമത്തെ കിണർ കുത്തുമെന്ന് വിചാരിക്കരുത്, ഞാൻ കുത്തത്തില്ല, ഞാൻ ഈ കിണർ കുത്തിയിരിക്കണം നിൻ്റെ നാമത്തിലാണെന്ന്, ഇവിടെ തന്നെ എനിക്ക് വെള്ളം തരണമെന്ന്. വിശ്വാസിക്ക് അവകാശമുണ്ട്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ജീവനോടെ മഹത്വപൂർണനായി ആരാധ്യനായി അനുഗ്രഹദാതാവായി നിൽക്കുന്ന സമയമാണ്. അമ്മ പരിശുദ്ധമ്മ ദേവമാത നമുക്കിൻ്റെ മാധ്യസ്ഥം വഹിക്കുന്നു. നിങ്ങൾ സന്തോഷമായിരിക്കണം. ഓൺലൈനിലുള്ളവരും ഇപ്പോൾ സന്തോഷത്തോടെ പ്രാർത്ഥിക്കണം. കാരണം നമ്മൾ ദൈവത്തിൻ്റെ സാക്ഷാത് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ അവിടുത്തെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ നമുക്ക് വേണ്ടി മാധ്യസ്ഥത്തിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് ഓർക്കണം. വിശ്വാസത്തിനെതിരെ സംസാരിക്കുന്നവരെ പുച്ഛത്തോടെ പുറന്തള്ളണം. നീ നിന്റെ വിശ്വാസമായി നീ മുന്നോട്ട് പോകും. നമ്മൾ നേടും, കൃപ ധരിക്കും, നമ്മൾ ജയിക്കും. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോടും കൂടെ ജോലിക്കും. എല്ലാവരും നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോടും കൂടെ ജോലിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോടും കൂടെ ജോലിക്കും. മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുന്നു. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൊച്ചുമക്കളുടെ സ്വഭാവ വൈകല്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. കൊച്ചുമക്കളെ പള്ളിക്കൂടത്തിൽ വിട്ടിട്ട് അവർ സ്കൂളിൻ്റെ കാര്യങ്ങളും നോക്കാതെ എപ്പോഴും വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. വല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഇലക്ട്രോണിക്സുമായിട്ട് അഡിക്റ്റഡ് ആയിപ്പോയ കുഞ്ഞുങ്ങൾ അവിടെ വിടുതലിന് വേണ്ടി ശ്രുതികട്ടെ, ശ്രുതികട്ടെ, ശ്രുതികട്ടെ. നമ്മൾ ജയിക്കും. ശ്രുതികട്ടെ ഹല്ലേലൂയ, മഹത്വം, സേവിതാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ ധരിക്കും, അമ്മയോടും കൂടെ ജോലിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോടും കൂടെ ജോലിക്കും. മാറാരോഗ്യങ്ങൾ മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുന്നു. മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുന്നു. തലയിൽ നിന്ന് രക്തം കിരിഞ്ഞു പോകുന്നത് കാണിക്കുന്നുണ്ട് കർത്താവ്. രക്തം കിരിഞ്ഞു പോകുന്ന എല്ലാ രോഗികളെയും കർത്താവ് സുഖപ്പെടുത്തുന്ന കൈയടിച്ച് ശ്രുതികട. അമ്മയോടൊപ്പം
ആരാധിക്കുന്നു. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ, അമ്മയോടൊപ്പം ആരാധിക്കുന്നു. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോടും കൂടെ ജയിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോടും കൂടെ ജയിക്കും. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ, അമ്മയോടൊപ്പം ആരാധിക്കുന്നു. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ, അമ്മയോടൊപ്പം ആരാധിക്കുന്നു. സൈന്യാധിപേ, സ്വർഗ സൈന്യാധിപേ, മണ്ണിലെ എല്ലാവരും മുട്ട നീക്കുക, മൗനമായി മുട്ട നീക്കുക. എൻ്റെ മക്കളെ, ഏതെങ്കിലും വിഷയം അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പം അച്ഛൻ്റെ കൂടെ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ടതാണ്. ആ വിഷയത്തിനുമേൽ ദൈവിക തീരുമാനം ഉണ്ടാകാൻ പോകുന്നു. ഏതെങ്കിലും വിഷയം നിങ്ങളുടെ അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സ്വകാര്യമായിട്ട് നിങ്ങൾക്ക് ആ വിഷയം ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയ്ക്ക് സമർപ്പിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് സാക്ഷ്യം പറയാൻ പറ്റും. ബ്രെയിനിൻ്റെ അസുഖമുള്ള കുറേ ആൾക്കാർ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് സന്ദേശമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. മുട്ടിൻ്റെ താഴെ, മുട്ടിൻ്റെ മുകളിൽ ഒരു വലിയ ചൊറി പോലെ കുരുവാണ്. എന്ത് അപകടത്തിൽ അത് പൊറുക്കാതെ കിടക്കുന്ന വ്രണമാണ്. കർത്താവ് സുഖപ്പെടുന്ന സന്ദേശമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. വചനം വായിക്കാതെ കുറേ ദിവസമായിട്ട് ഇപ്പോൾ വചനം വായിക്കുന്നില്ല. നിങ്ങളിന്ന് ചിന്തിച്ചായിരുന്നു, ഞാൻ വായിച്ചിട്ട് കുറേ ദിവസം ആയല്ലോ എന്ന്. അത് ശരിയാണെന്ന് ഈശോ പറയുന്നു. അപ്പോൾ വചനം വായിക്കുന്നതായിട്ട് ദർശനമുണ്ട്. അതുകൊണ്ട് വചനം വായന നിർത്തിയവർ തീക്ഷണമായിട്ട് വായിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. സമാപന ആശീർവാദം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന.
ചില ആൾക്കാരൊക്കെ മനസ്സിലൊന്ന് വിചാരിച്ചാൽ മതി. കാര്യം ദൈവസ്നേഹം ഉള്ളവന് വിചാരം പോലും പ്രാർത്ഥനയായിട്ടാണ് മാറണത്. ഇപ്പം നമ്മൾ ഒരു ടൈം കഴിഞ്ഞാൽ ദൈവ തിരുസന്നിധി നമ്മൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റിയ ഒരാളായിട്ട് മാറണം. ഒരു ടൈം കഴിഞ്ഞാൽ ദൈവത്തിന് തള്ളിക്കളയാൻ പറ്റാത്ത ഒരാളായിട്ട്, അതായത് ഈ ജെയ്മി അവസാനം പറയുന്നൊരു വാക്ക് ഞാനിവിടെ ചുവപ്പ് മഷി എഴുതി വെച്ചിട്ടുണ്ട്. എന്താ എഴുതിയിരിക്കണമെന്നറിയാമോ? ദൈവസന്നിധി കണ്ണുകൾ ഉയർത്തി നിൽക്കാൻ പറ്റാത്ത എന്തെങ്കിലും എന്നിലുണ്ടെങ്കിൽ അത് മാറ്റാൻ ഉടമ്പടി ജീവിതം എന്നെ സഹായിച്ചിട്ടുണ്ടെന്ന്. എന്നെ വർത്തമാനം പറയണേ? എന്താ പറഞ്ഞിരിക്കണേ അവർ? ദൈവസന്നിധിയിൽ കണ്ണുകൾ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ കണ്ണുകൾ ഉയർത്തി നിൽക്കാൻ പറ്റാത്ത എന്തെങ്കിലും നമ്മിലുണ്ടെങ്കിൽ അത് മാറ്റാൻ ഉടമ്പടി ജീവിതം നമ്മെ സഹായിക്കും. അപ്പൊ ഇത്രയും സ്കാൻ ചെയ്തിട്ടാണ് അവരിതിനെ ഈ വിഷയം അവതരിപ്പിക്കുന്നത്. ഉടമ്പടി എന്താണ് അവർക്ക് നൽകിയതെന്ന് ചോദിച്ചാൽ അവർ പറയുന്ന ഒറ്റ വാക്ക് എന്താണ്? എനിക്ക് ദൈവ തിരുസന്നിധിയിലെ കണ്ണുകൾ ഉയർത്തി ധൈര്യത്തോടെ നിൽക്കാം. അതെന്നെ ധൈര്യത്തോടെ നിർത്തുന്നത് ആരാണ്? എൻ്റെ ഉടമ്പടി ജീവിതമാണ്. ദൈവ തിരുസന്നിധിയിൽ എനിക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. ദൈവം തരികയോ തരാതിരിക്കുകയോ അത് ദൈവത്തിൻ്റെ വിഷയമാണ്. അതിലെനിക്ക് പ്രശ്നമല്ല. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ള ഒരു ആംബിയർ ഉണ്ട്. എന്താ കാര്യം? ഞാൻ ദൈവതിരുസന്നിധിയിൽ കണ്ണുകൊള്ളയെടുത്ത് നിൽക്കാനുള്ള ധൈര്യം എനിക്ക് തന്നത് ആരാണ്? എൻ്റെ ഉടമ്പടി ജീവിതമാണ്. അപ്പോൾ ഉടമ്പടി ജീവിതം എന്നാണ് അവർ പറയണത്. ഞാനൊരിക്കലും ഉടമ്പടി ജീവിതമെന്ന് പറഞ്ഞിട്ടില്ല. കാരണം ജനങ്ങൾ അവരുടെ അനുഭവത്തിലൂടെ ഉടമ്പടി ജീവിതമെന്ന് പറയാൻ തുടങ്ങിയപ്പോഴാണ് ഞാനും ഉടമ്പടി ജീവിതമെന്ന് പറയാൻ തുടങ്ങിയത്. കാര്യം ഉടമ്പടി ഒരു ജീവിത രീതിയാണത്. ആ ഉടമ്പടി ജീവിതത്തിലൂടെ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന സംഭവം എന്താണ്? ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കണ്ണുകൾ ഉയർത്തി നിൽക്കാൻ നമുക്ക് ആശങ്കയില്ലാതെ, സംശയമില്ലാതെ, ഞെട്ടുറപ്പോടുകൂടി നിൽക്കാൻ പറ്റും. കാര്യം എന്താണ്? അവരുടെ പ്രവർത്തനത്തിൻ്റെ രീതിയാണ്. കന്നഡയും ഇംഗ്ലീഷുകാരുടെ ഇംഗ്ലീഷും ഹിന്ദി അത്രയും ഭാഷയ്ക്ക് നൈപുണ്യം ഇല്ലെങ്കിൽ പോലും ആദ്യം പതർച്ചൊന്നുമില്ലാതെ കർത്താവിനെ സുവിശേഷ വേല. അപ്പോൾ ഇത് ചെയ്യണത് എന്താണ്? ഇത് ചെയ്യണത് ഇവർ 12 മണിക്കൂർ ജോലി കഴിഞ്ഞിട്ടാണ് ചെയ്യണത്. 12 മണിക്കൂർ ജോലിയുണ്ട് അവർക്ക് അവരുടെ ഓഫീസിൽ. അത് കഴിഞ്ഞിട്ടാണ് ഇവർ ചെയ്യണത്. അപ്പോഴവരുടെ മനസ്സിൽ കർത്താവിനോട് ഒരു ചിന്ത വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിത് സമയം കിട്ടുകയാണെങ്കിൽ എനിക്ക് ടെൻഷൻ ഇല്ലാതെ ജോലി ചെയ്യാവില്ല. അതാണ് പിന്നീട് അവർ ഈശോയോട് പറയണ ഒരു കാര്യം. എനിക്കിത്തിരി സമയം, ഇപ്പോൾ 12 മണിക്കൂർ ജോലി ചെയ്യണ്ടേ? തന്നെയല്ല വേറെ പ്രശ്നമുണ്ട്. എന്താണ്? ഈ ഒക്കുലർ മയോപ്പതി എന്നും പറഞ്ഞ രോഗമുണ്ട്. കണ്ണിൻ്റെ മസിൽ കടിക്കും. അപ്പം അത് കണ്ണിന്, അതുകൊണ്ട് ഈ കമ്പ്യൂട്ടർ നോക്കി കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ കണ്ണൊക്കെ വല്ലാത്ത രീതിയിൽ കണ്ണ് നിറയാനും മസിൽ പിടിക്കാനൊക്കെ തുടങ്ങും. അപ്പോൾ മസിൽ വെട്ടിക്കയറ്റെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? അപ്പോൾ കണ്ണിൻ്റെ മസിൽ പിടിക്കും. അപ്പോൾ ആ രോഗമുള്ള ആളാണ് ഈ 12 മണിക്കൂർ ജോലി ചെയ്യണത്. ഈ ജോലിയുടെ ഇടയ്ക്കാണ് ഈ സുവിശേഷ വേലയ്ക്ക് പോണത്. അപ്പോൾ ഈശോയോട് മനസ്സിലൊന്ന് വിചാരിക്കും, എന്താണ്, എനിക്ക് ഇത്തിരി സമയം കൂടി കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി സമാധാനത്തിൽ പ്രേക്ഷിത വരെ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് അവർ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. അവർക്ക് പ്രൊമോഷൻ്റെ സമയമൊന്നും ആയിട്ടില്ല. നിയമപരമായിട്ട് അവർക്ക് പ്രൊമോഷന് 3 കൊല്ലം കൂടി വേണം. പക്ഷെ എന്ത് ചെയ്ത്, ആ മനസ്സിൽ വിചാരിച്ച ആ ആഴ്ച തന്നെ ഈശോ അവർക്ക് പ്രൊമോഷനും ശമ്പളവും കൂട്ടുകയാണ്. ദൈവം ഇങ്ങനെ വളരെ ഇങ്ങനെ കണ്ണെ കാണാവുന്ന പോലെയാണ്. നമ്മൾ ഈ പാത്ത് കളിച്ചിട്ടാണ് കുഴപ്പം വന്നിരിക്കുന്നത്. നിങ്ങൾ നേരെ വെളിച്ചത്ത് വരണം ദൈവത്തിൻ്റെ മുമ്പിൽ. ദൈവത്തിന് മുമ്പിൽ വെളിച്ചത്ത് വന്നിട്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ദൈവം കാണട്ടെ. ദൈവം കണ്ട് ദൈവം മനസ്സിലാക്കണം. നിങ്ങളൊന്നും ഒളിച്ച് കളിക്കണില്ല. തൽക്കാലം ഇങ്ങനെ ഒരു കാര്യം കാണാൻ വേണ്ടി കുറച്ച് നാളത്തേക്കുള്ള ചുറ്റിക്കളിയല്ല എന്ന് ദൈവത്തിന് തോന്നണം. പല ആൾക്കാർക്ക് ഉടമ്പടി ചുറ്റിക്കളിയാണ്. എന്താണ്? ആ തൽക്കാലം ആ കാര്യം കാണാൻ വേണ്ടിയുള്ള ഒരു പമ്മലും
ഒരു തിരികെത്തിക്കലും ഒരു ഓട്ടം പിടിച്ചൊക്കെ ഉള്ളൂ. ഇതൊക്കെ ദൈവത്തിന് അറിയാം. അങ്ങനെയുള്ള അഭ്യാസം ഇനി നടക്കത്തില്ല. എന്താ കാര്യം വെച്ചാൽ നിങ്ങൾക്ക് മുമ്പിൽ വന്ന ആൾക്കാർ, പുറകിൽ വന്ന ആൾക്കാർ ഒത്തിരി മുമ്പിലോട്ട് പോയി. അവരെന്താണ് സത്യസന്ധമായ ഒരു വഴികൾ തിരഞ്ഞെടുത്തിട്ടാണ് ദൈവത്തിന് അവർ ബോധ്യപ്പെടുത്തി. അപ്പോൾ എന്താ പറ്റി, അവർ ടൈം ഷോർട്ട് ചെയ്ത് കൊടുക്കും. ഇപ്പം ഉടമ്പടിയുടെ രീതി എന്ന് തന്നെ എന്താണ്, സമയമായില്ലെന്ന് പറഞ്ഞാൽ ആകാത്ത സമയം ആക്കിയെടുക്കുന്നതിനാണ് അമ്മയുടെ കണ്ടന്റ് എന്ന് പറയുന്നത്. മരിയൻ കണ്ടന്റ്, ഉടമ്പടിയുടെ മരിയൻ കണ്ടന്റ് എന്താണ്, അവൻ പറയണ പോലെ ചെയ്യുക എന്ന് പറഞ്ഞ അവൻ പറയണ പോലെ ചെയ്യണേ എന്തിനു വേണ്ടിയാണ്? ആകാത്ത സമയമാണ് വിഷയം. കൃപാസനത്തിൽ സമയഘടികാരം നെഞ്ചൽ ചാർത്ത് പ്രത്യക്ഷപ്പെടുമ്പോൾ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരിയെന്ന് ജനങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള അന്തസത്ത എന്ന് പറഞ്ഞാൽ എന്താണ്, നിന്റെ സമയത്തിൻ്റെ മേലെ ഇടപെടാൻ മാതാവിന് ദൈവം മധ്യസ്ഥ അധികാരം കൊടുത്തിരിക്കുന്നു. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. കൃപയുടെ കൂടാരമേ, വാഗ്ദാനമേ, കൃപാസനത്തിൻ്റെ അമ്മേ, വാഗ്ദാനമേ, കൃപാസന ഈ ട്രാൻസ്ഫർ ഇതോടുകൂടി പ്രൊമോഷനോട് കൂടി എന്നാ ചെയ്ത്, ബോണസ് കൂടി, പിന്നെ ഇൻക്രിമെൻ്റ് കൂടി. ഇവർ പ്രതീക്ഷിക്കാത്ത ഓരോ കാശ് ഇവർക്ക് കിട്ടി. ഈ കാശൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യണം, ഇത് വേണ്ടി ആർക്ക് ചെയ്യണം, ആർക്കെങ്കിലും ഈശോയുടെ പേരിൽ ഉടമ്പടിയുടെ പേരിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊരു നേഴ്സ് വന്ന് ഇവരെ കാണാം. ഇവർ സ്ഥിരമായിട്ട് പോകുന്ന ഗവൺമെൻറ് ആശുപത്രിയിൽ നേഴ്സ് പറയും, നിങ്ങൾ എന്നോടൊരു പറഞ്ഞില്ലേ സഹായിക്കാനുള്ള ആരെങ്കിലും കാണുമെങ്കിൽ പറയണമെന്നും. ഞാനൊരാളെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരാളുടെ അടുത്ത് ചെല്ലും. ആൾ ചെല്ലുമ്പോൾ അയാൾക്ക് കൈയും കാലം തളർന്നിരിക്കുകയാണ്. അപ്പം അയാളോട് ചോദിക്കും, നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് ചോദിക്കും. അപ്പം അയാൾ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയിൽ. എന്താണ്, ഒരു കസ്റ്റമൈസ് വീൽ ചെയർ കിട്ടാൻ വേണ്ടി. അപ്പോൾ പറഞ്ഞ് എനിക്കൊരു കസ്റ്റമൈസ് വീൽ ചെയർ തന്നാൽ മതി എന്ന് പറയും. അപ്പോൾ ഉള്ള വിഷയം എന്ന് പറയണത് അയാൾക്ക് കൈയും കാലം തളർന്നിരിക്കുകയാണ്. അപ്പോഴേ അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള മനുഷ്യരൊക്കെ ഈ ഭൂമി ജീവിച്ചിട്ടുണ്ട്. കൈയും കാര്യമൊക്കെ നിങ്ങൾ ഉയർത്തി സ്തുതിക്കാൻ നേരത്ത് ഓർക്കണം, ദൈവത്തോട് നന്ദി പറയണം നമ്മൾ, ഞാനായാലും നിങ്ങളായാലും. അപ്പം അതായത് ഉടനെ ഇവർക്ക് ആ പൈസ മുഴുവൻ കൊടുത്തിട്ട് വീൽ ചെയർ മെഡിക്കൽ അറേഞ്ച് ചെയ്ത്. അപ്പം ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ദൈവം നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പോൾ അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാകില്ലെന്നല്ല, പ്രശ്നങ്ങളുണ്ടാകും, പക്ഷെ ദൈവം അത് കൈകാര്യം ചെയ്യും. അതാ ഉടമ്പടിയുടെ പ്രശ്നം. പെട്ടെന്ന് ഇവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ ലാപ്ടോപ്പ് സ്ക്രീൻ ഔട്ടായി പോകും. ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാപ്ടോപ്പ് എന്താ പറയണത്, സ്ക്രീനെ ഒന്നും കാണത്തില്ല, അത് കട്ടായി പോകും. ഇവരെങ്ങനെ കിണഞ്ഞ് വിഷമിച്ച് ഇത് നന്നാക്കിയിട്ടും ലാപ്ടോപ്പ് നന്നാക്കാൻ പറ്റണില്ല. അപ്പോൾ പിന്നെ അവർക്ക് വർക്ക് തീർന്ന്. അപ്പോൾ അവർ ഉടനെ അപ്പം മനസ്സിൽ ചിന്തിച്ച് എന്നാൽ വില്ലേജ് ഓഫീസിലോട്ട് പോകാമെന്ന് വിചാരിച്ച്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വീട്ടിൽ ഇരുന്ന് ഹോംവർക്ക് ചെയ്യണ സമയത്താണ് ഈ സംഭവിക്കണത്. കോട്ടയത്ത് അവർ വില്ലേജ് ഓഫീസിൽ പോയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബാംഗ്ലൂർ ആയത് കാരണം നാട്ടിൽ റീസർവേ നടത്തിയപ്പോൾ തണ്ടപ്പേര് മാറിപ്പോയി. നിങ്ങൾക്കറിയാൻ എന്ത് പുലിവാലാണെന്ന്. നമ്മളൊക്കെ നാട്ടിലില്ലെങ്കിൽ അവർ റീസർവേ നടത്തിയിട്ട് പോകും, നമ്മുടെ പറമ്പ് വേറെ ആരുടെങ്കിലും പേരിലായിരിക്കും. പിന്നെ കരമടക്കാൻ പറ്റത്തില്ല. അങ്ങനെ കരമടക്കാൻ പറ്റാതെ 2 കൊല്ലമായി ഒരു പുരയിടത്തിന് കരമടക്കാൻ പറ്റാതെ കിടക്കുകയാണ്. അപ്പോൾ അതിന് ഇപ്പോൾ ലാപ്ടോപ്പ് ഓഫായപ്പോൾ അവർ വിചാരിച്ച് എന്നാൽ കിട്ടുന്ന സമയത്ത് വില്ലേജ് ഓഫീസിൽ പോയിട്ട് കരമടക്കാനുള്ള അത് കാര്യം ഇനി 2ാമത് സർവേ ചെയ്തിട്ട് 2ാമത് ഭൂമി അളന്നിട്ട് ആണ് ഇനി അത് നമുക്ക് കരമടക്കാൻ പറ്റാത്തുള്ളൂ. 2ാം സർവേ നടത്തണം, അത് വലിയ പാടാണ്. ഇവർ വില്ലേജ് ഓഫീസിൽ ചെന്ന്
വില്ലേജ് ചെന്നപ്പോൾ വില്ലേജ് ഓഫീസർ സീരിയസ് ആയിട്ട് ഫോണിൽ എന്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിക്ക് മുമ്പ് വില്ലേജ് ഓഫീസിന് മുമ്പ് അവിടെ ഒരു എൽ ഡി ക്ലർക്ക് യു ഡി ക്ലർക്ക് ഉണ്ടാകുമല്ലോ, സൂപ്രണ്ട്, അല്ലെങ്കിൽ അവരെ കണ്ടപ്പോൾ പറഞ്ഞ്, മാഡം ഒരു പണി നടക്കത്തില്ല, റിസർവേക്കാരെ കൊണ്ടിവിടെ പൊറുതി മുട്ടിയിരിക്കുകയാണ്. 3 കൊല്ലത്തെ ആപ്ലിക്കേഷൻസ് ഇവിടെ ഉണ്ട്. ഇരിക്കണ ഫയൽ കണ്ടില്ലേ, 3 കൊല്ലം. ഇപ്പം അങ്ങോട്ട് കയറണ്ട. കാര്യം 3 കൊല്ലം മുമ്പ് തന്നത് പോലും ഞങ്ങൾക്ക് പോയി അളക്കാൻ പറ്റിയിട്ടില്ല. ഇതിന് ഒത്തിരി കംപ്ലൈൻറ്റുകൾ കിടക്കണ കാരണം ഇതൊന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ അങ്ങനെ നോക്കിയിട്ട് വില്ലേജ് ഓഫീസിൻ്റെ ഫോൺ വിളിച്ച് തീർന്നപ്പോൾ ഒരു തരി ഉപ്പ് കൊണ്ടുപോയി, ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി വില്ലേജ് ഓഫീസിലിട്ട്. കൊച്ചുറാണി, ഞാൻ മലയാറ്റൂരിൽ നിന്ന് വരുന്നു. ഞാൻ 22/4/2022 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ 6 നിയോഗങ്ങൾ വെച്ചു. അതിനകത്ത് എനിക്ക് 5 നിയോഗങ്ങളും അമ്മ മാതാവ് എനിക്ക് നടത്തി തന്നു. അതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടിയിൽ വെച്ചത് എനിക്ക് കുറേ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശ്വാസം മുട്ടൽ, ഞാൻ ഇൻഹേലർ വലിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. പിന്നെ നടുവിന് വേദന, കാല് വേദന, അങ്ങനെ കുറേ അസുഖങ്ങളായിരുന്നു. അപ്പോൾ അതെല്ലാം മാറണമെന്നായിരുന്നു വിചാരിച്ചു. അത് നിയോഗം വെച്ചു. പിന്നെ എനിക്ക് ഇവിടെ ഒരു ചെറിയ വരുമാനത്തിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് 2 മക്കളാണ്, ചേട്ടനില്ല. അപ്പം മകള് നേഴ്സിങ്ങിന് പഠിക്കാനായിട്ട് പോയപ്പോൾ എൻ്റെ കയ്യിൽ സാമ്പത്തികമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിലും ഇച്ചിരി കൂടി വരുമാനമുള്ളൊരു ജോലി ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പിന്നെ മോളുടെ വിദ്യാഭ്യാസ ലോണിന് വെച്ചിട്ട് അത് എനിക്ക് പാസ്സായി കിട്ടില്ലായിരുന്നു. ഒരു ബാങ്കിൽ പോയി കഴിഞ്ഞപ്പോൾ അവർ അത് റിജക്റ്റ് ചെയ്തു. 2ാമത്തെ ബാങ്കിൽ വെച്ചു. അവരത് ഓരോ കാരണങ്ങൾ പറഞ്ഞ് ആ പേപ്പർ മാറ്റി വെച്ചതല്ലാതെ നമുക്ക് പാസ്സാക്കി തരുന്നുണ്ടായിരുന്നില്ല. അത് പിന്നെ കടബാധ്യത മാറണമെന്നായിരുന്നു. പിന്നെ മോനൊരു വിദേശത്തൊരു ജോലി ലഭിക്കണമെന്നായിരുന്നു. അപ്പം ഇവിടെ ഞാൻ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുത്ത് പോയി പത്രമൊക്കെ വാങ്ങിച്ചിട്ട് പോയി. പത്രം ഞാൻ വീടുകളിലൊക്കെ കൊടുത്തെങ്കിലും എനിക്കൊരു പ്രാർത്ഥനയോടൊന്നും ഞാൻ കൊടുത്തില്ല. എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനയുടെ കഴിഞ്ഞ ഉടമ്പടി പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലും. കൂടുതൽ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു മാസം കഴിഞ്ഞ് ഞാൻ ഇവിടെ ധ്യാനത്തിന് വന്നപ്പോൾ എനിക്ക് കൂടുതൽ പ്രാർത്ഥിക്കാനുള്ളൊരു ചൈതന്യം കിട്ടണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. എനിക്കൊരു ജോലി, എന്തെങ്കിലും ഒരു അടയാളം അമ്മ മാതാവ് എനിക്ക് ഈ ധ്യാനം കഴിഞ്ഞ് പോകുമ്പോൾ എനിക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞു. ഞാൻ അന്ന് ഇവിടുന്ന് ധ്യാനം കഴിഞ്ഞ് പോയി, മെയ് മാസം ധ്യാനം കഴിഞ്ഞ് പോയി. വീട്ടിൽ ചെന്ന് അപ്പോൾ തന്നെ എനിക്ക് ഒരു വിദേശത്തൊരു ഹൗസ് മെയ്ഡിൻ്റെ ജോലിക്കായിട്ട് ഒരാൾ വിളിച്ചു. അങ്ങനെ എനിക്ക് ആ ജോലിയുടെ കാര്യങ്ങൾ മുന്നോട്ട് പോയി. അപ്പം ഞാൻ പിന്നെ തുടങ്ങി പത്രമൊക്കെ കൊടുക്കുമ്പോൾ കൂടുതലായിട്ട് പ്രാർത്ഥിച്ചു കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു. ഓരോ വീടുകളിലും പ്രാർത്ഥിക്കാനും പിന്നെ രോഗികൾക്ക് വേണ്ടിയിട്ട് കൂടുതലായിട്ട് പ്രാർത്ഥിക്കാനൊക്കെ എനിക്ക് സാധിച്ചു. പിന്നെ എനിക്ക് പെട്ടെന്ന് ദേഷ്യമൊക്കെ വരുമായിരുന്നു. അപ്പോൾ എനിക്ക് ക്ഷമിക്കാനുള്ളൊരു ഇത് തരണേ മാതാവെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നീട് ക്ഷമിക്കാൻ എനിക്ക് സാധിച്ചു. പിന്നെ മകളുടെ ലോൺ പാസ്സാവാതിരുന്ന സമയത്ത് ഞാൻ വീണ്ടും ബാങ്കിൽ ഒന്നുകൂടി പോയി മാനേജറെ കണ്ടു. അപ്പം ഞാൻ ഈ കാശ് രൂപം കൈ പിടിച്ചിട്ടാണ് പോണത്. അപ്പം ഒരു 9 മാസമായിട്ട് പാസ്സാകാതിരുന്ന ലോണായിരുന്നു. അവർ 2022 പേപ്പർ തന്നെ വേണം, ഇത് 21 നിങ്ങൾ തന്നത്, അതുകൊണ്ട് അത് പാസ്സാക്കി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കോളേജിൽ നിന്നാണെങ്കിൽ അവർ വേറൊരു പേപ്പർ നമുക്ക് തരുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഈ കാശ് രൂപം കൈ പിടിച്ച് മാനേജർ ചെന്ന് കണ്ട് പറഞ്ഞു, എനിക്കിങ്ങനെ പുറത്തേക്ക് പോകാനുള്ളതാണ്, അപ്പോൾ രക്ഷിതാവായിട്ട് ഒപ്പിടാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്കത് ഞാൻ പോണതിന് മുമ്പ് സാറ് പാസ്സാക്കി തരണമെന്ന് സാറിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു കുട്ടീനെയും കൂട്ടിയിട്ട് പോരേന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ലോൺ 3 ദിവസം കൊണ്ട്, അതായത് ശനിയാഴ്ച ഞാൻ ചെന്നു, സാറിനെ കണ്ടു. സാറ് പറഞ്ഞ ഫോമുകളെല്ലാം ഞങ്ങൾ പൂരിപ്പിച്ചു കൊടുത്തു. പിന്നെ ഞായറാഴ്ച അവധിയായിരുന്നു. തിങ്കളാഴ്ച വീണ്ടും ഞങ്ങൾ ബാങ്കിൽ ചെന്നു. ഉച്ച കഴിഞ്ഞ് സാറ് സ്വന്തമായിട്ട് തന്നെ സാറിൻ്റെ ചിലവിൽ തന്നെ ഞങ്ങളുടെ വീട് കാണാൻ വന്നു. അതിന് സാറ് അത് കഴിഞ്ഞ് എന്നെ ഒരു 6 മണിയായപ്പോൾ, വൈകുന്നേരം ഒരു 6 മണിയായപ്പോൾ സാറ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വേഗം വന്ന് പേപ്പറുകളെല്ലാം ഒപ്പിട്ടോ. എനിക്കപ്പോൾ 11 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. വേഗം വന്ന് പേപ്പറുകളെല്ലാം ഒപ്പിട്ടോ, ലോൺ പാസ്സാക്കി തരാമെന്ന് പറഞ്ഞു.
അത് വലിയൊരു അനുഗ്രഹമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. പിന്നെ ഞാൻ ആഗസ്റ്റ് മാസം ആദ്യത്തെ ആഴ്ചയിൽ ഇവിടെ വന്നു, അച്ഛനെ കണ്ടു. അച്ഛൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു അച്ഛനോട് എനിക്ക് കുറേ അസുഖങ്ങളൊക്കെ ഉണ്ട്, ഞാനിങ്ങനെ പുറത്തേക്ക് പോവാണ്. അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞു, കാശുരൂപം കയ്യിലുണ്ട്, അത് മുറുകെ പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിപ്പോയിക്കോ, ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന്. അതുപോലെ തന്നെ ഇത്രയും നാളായി എനിക്ക് ഇൻഹേലർ പിന്നീട് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ 8 മാസം അബുദാബിയിലായിരുന്നു. ആ 8 മാസവും ഞാൻ ഇൻഹേലർ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ നടുവേദന ഉണ്ടായിട്ടില്ല. പിന്നെ ചെറുതായിട്ട് എന്തെങ്കിലും അസ്വസ്ഥതകൾ വരുമ്പോൾ ഞാൻ അപ്പം തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം എടുത്ത് പുരട്ടും. അതപ്പോൾ തന്നെ എനിക്ക് മാറാറുണ്ട്. അവിടെ ചെന്നതിന് നാട്ടിലായിരുന്ന സമയത്ത് എനിക്ക് എന്നും ആശുപത്രി പോകാനേ സമയം ഉണ്ടായിരുന്നുള്ളൂ. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കങ്ങനെ ഒരു ആശുപത്രി കേസും ഉണ്ടായിട്ടില്ല. പിന്നെ അങ്ങനെ എൻ്റെ കടബാധ്യതകൾ അതോടുകൂടി മാറിക്കിട്ടി. പിന്നെ എൻ്റെ ആഗ്രഹമായിരുന്നു, മോൻ ഷെഫായിരുന്നു, അവന് ബാംഗ്ലൂരായിരുന്നു അവൻ. പക്ഷെ അവന് അവിടെ ശമ്പളമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം വിദേശത്ത് എവിടെയെങ്കിലും ഒരു ജോലി ലഭിക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെ അവൻ്റെ ഒരു നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ അവൻ്റെ CV കൊടുത്ത് ഡിസംബർ 2-ാം തീയതി ആയിരുന്നു അവൻ്റെ ബർത്ത്ഡേ. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, ഡിസംബർ 2-ാം തീയതി അവനൊരു ഗിഫ്റ്റായിട്ട് ആ ജോലിയിൽ എന്തെങ്കിലും ഒരു ഇത് മാതാവ് കാണിച്ചു തരുമെന്ന് പറഞ്ഞു. അവർ ഡിസംബർ 1-ാം തീയതി അവനെ അവിടുന്ന് വിളിച്ചു. പിന്നീട് ഇൻ്റർവ്യൂ നടത്തി. അവർ കമ്പനി തന്നെ നേരിട്ട് അവനെ ദുബായിലേക്ക് ജോലിക്ക് കൊണ്ടുപോയി. നമുക്ക് 1 രൂപ പോലും മുടക്കില്ലാതെ ഇപ്പോൾ 2 മാസമായിട്ട് അവൻ അവിടെ ജോലി ചെയ്യുന്നു, സുഖമായിട്ടിരിക്കുന്നു. പിന്നീട് ഈ കൂടുതലായിട്ട് എനിക്ക് ഇപ്പോൾ ഇത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൂടുതൽ സമയം ഞാൻ കണ്ടെത്താറുണ്ട്. ഞാൻ അവിടെ ആയിരുന്നപ്പോൾ എനിക്ക് പത്രവിതരണമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും അച്ഛൻ്റെ ധ്യാനം കൂടും. പിന്നെ എല്ലാ ദിവസവും കുർബാനയിൽ മൊബൈലിലാണെങ്കിലും കുർബാനയിൽ പങ്കെടുക്കും. ഉടമ്പടി പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും എല്ലാ ദിവസവും ചെല്ലും. ഇവിടുത്തെ സമയം അല്ലെങ്കിൽ പോലും അവിടുത്തെ സമയത്തിൽ ചെല്ലും. അങ്ങനെ കൂടുതലായിട്ട് വിശ്വാസത്തിലേക്ക് വരാൻ പറ്റി എനിക്ക് മക്കൾക്കും എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും കിട്ടിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു.